ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്തിട്ട് വരണേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ, അതായത് ജസ്റ്റ് നമ്മൾ പാക്ക് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമല്ലേ കാണിക്കുള്ളൂ ആ ഒരു ഹോസ്പിറ്റൽ ബാഗിൽ. അപ്പം ഞാനിപ്പോൾ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കാനുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം, വീട്ടിലെത്തിയതിന് ശേഷം യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാം നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ഐറ്റംസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ, അതായത് ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ, ഇനി എൻ്റെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജു. വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം, കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ക്യാമറ കുറച്ചൊന്ന് വിട്ട് വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ കാണിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയ പോർഷൻ ആയിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് ക്യാമറ വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അതുപോലെ ഒരു കവറിലാക്കിയിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ അതിൽ ഓരോന്നായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഫസ്റ്റ്, ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മൈലോ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, എവിടെ നിന്നൊക്കെയാണ് വാങ്ങിച്ചത്, അതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതൊരു ഡിസ്പോസിബിൾ ഇന്നർ വിയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിസ്പോസിബിൾ ഇന്നർ വിയേഴ്സിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞാലും എന്തായാലും ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഒരു 5 to 6 days നമുക്ക് ഒരു ഇറിറ്റേഷനും അതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ നോർമൽ പാൻറ്റീസ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഡിസ്പോസിബിൾ പാൻറ്റീസ് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്കിത് ഇപ്പോൾ വാഷ് ചെയ്തിട്ട് ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ള റൂമൊക്കെയാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ഇങ്ങനത്തെ പാൻറ്റീസ് ആയിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ പാഡ് വെക്കാം, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഡിസ്പോസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ടൈപ്പ് പാൻറ്റീസ് ആണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊരു 5 എണ്ണം വരുന്ന ഡിസ്പോസിബിൾ പാൻറ്റി ഇന്നർ വിയറിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, കാരണം ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൽ വെക്കേണ്ടതായതുകൊണ്ട് ഞാനൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പാൻറ്റീസ് വരുന്നത്. ഇതൊരു 5 എണ്ണം വരുന്നതാണ് കേട്ടോ. കണ്ടോ? അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എത്ര 299 ആണ് കേട്ടോ. ഈ ഒരു 5 എണ്ണത്തിൻ്റെ പാക്ക് വരുന്നതിൻ്റെ പ്രൈസ്. ഇതിൽ പിന്നെ സൈസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് XXL ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. ട്രാവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇന്നർ വിയേഴ്സ്. ഇനി രണ്ടാമത്തെ വന്നിട്ട് ഇത് നമ്മുടെ നിപ്പിൾ സിലിക്കൺ പാഡാണ് കേട്ടോ. കേട്ടോ, ഇത് സിലിക്കൻ്റെ പാഡാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ ബ്രസ്റ്റ് ഫീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി ഒക്കെ അടുക്കും തോറും നമ്മുടെ ബ്രസ്റ്റ് ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് അല്ല, ഉണ്ടാവും. എനിക്ക് നിവിക്കുട്ടനുള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക്, അതായത് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ പുറത്തേക്കൊക്കെ ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ, ഈ ഒരു ബ്രസ്റ്റ് പാഡ് വന്നിട്ടുള്ളത്. ഇത് സിലിക്കൻ്റെ ആണ്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാം. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിൽ 2 എണ്ണം വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു പാക്കറ്റും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതും ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ ഇവർ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങനെയാണത് യൂസ് ചെയ്യുക, അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് നോക്കിയതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും അവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ്, സിലിക്കൻ്റെ പാഡ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ മെറ്റേണിറ്റി
നഴ്സിംഗ് ബ്രായാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മൈലോന്നാണ്. മൈലോന്നാവുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള നമുക്കിത് കിട്ടും. നല്ല ക്ലോത്തും നല്ല മെറ്റീരിയലൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 3 കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സ്കിന്നി കളറും, ഒന്ന് നമ്മുടെ ബ്ലാക്ക്, ഒന്ന് വൈറ്റ്. അപ്പോൾ ഇങ്ങനത്തെ 3 പാക്കായിട്ടാണ് വരുന്നത് കേട്ടോ. ആക്ച്വലി ഇത് നമ്മുടെ ആമസോണിലുണ്ട്. ഈ മൈലോൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ആമസോണിലുണ്ട്. ഞാൻ ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ടില്ല. ആമസോണിൽ തന്നെ ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, ഒരു കവർ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നഴ്സിംഗ് ബ്രായാണ്. ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു വള്ളിയുടെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. ആ ഹുക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലെ ഉണ്ട്. ആ ക്ലിപ്പ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ മോഡലാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. നല്ലൊരു ബനിയൻ ടൈപ്പ് വരുന്നതാണ്. നല്ല എന്താ പറയുക, സ്ട്രെച്ചബിൾ ആണ്. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടും ഉള്ളൊരു ടൈപ്പാണ് കേട്ടോ. ഒരു 2 ഹുക്ക് വരുന്ന ടൈപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീ ആയിട്ടൊരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ബ്രാ എക്സ്റ്റെൻഡർ ഉണ്ടല്ലോ, അതും കിട്ടിയിട്ടുണ്ടായിരുന്നു 1. അപ്പം ഇതാണ് ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചതല്ല, ഇതെനിക്ക് മൈലോന്ന് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. മൈലോൻ്റെ വാട്ടർ വൈപ്സ് ആണ്. ഇത് 98% പ്യുവർ വാട്ടർ ബേസ്ഡ് വൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓർഗാനിക് കോക്കനട്ട് ഓയിൽ ആൻഡ് നീം എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു വൈപ്സ് ആണ്. അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു ഒരു 10 വൈപ്സ് ആണുള്ളത് കേട്ടോ. ഇതിൽ 2 ഇതിലും 10 ഉണ്ട്, ഇതിലും 10 ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ 2 നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ബേബിക്കല്ല, എനിക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യണമെങ്കിലോ അപ്പോൾ എണീച്ച് പോകാനോ ഒക്കെ പറ്റില്ല എന്നുള്ള സമയമൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൈലോൻ്റെ ആപ്പിൽ കയറിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നഴ്സിംഗ് ബ്രാ കാണിച്ചു തന്നില്ല, അതിൻ്റെ 2 വേറെ കളേഴ്സാണിത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ബേബി ഹഗിൻ്റെ ഒരു ബ്രസ്റ്റ് പാഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സിലിക്കൻ്റെയും വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബേബി ഹഗിൻ്റെ ഈ ഒരു ബ്രസ്റ്റ് പാഡും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 6 പീസാണുള്ളത്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് 6 പീസാണുള്ളത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കവർ പൊളിച്ച് നമുക്ക് ജസ്റ്റ് നമ്മുടെ ബ്രസ്റ്റിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഡിസ്പോസിബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ പോയപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്, ബേബി ഹഗിൻ്റെ. ഇത് നമുക്ക് ഓൺലൈനിലും അവൈലബിൾ തന്നെയാണ്. ഇതിൽ 6 പീസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്, ബേബി ഹഗിൻ്റെ ബ്രസ്റ്റ് പാഡാണ്. ഡിസ്പോസിബിൾ ആണ്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ മെറ്റേണിറ്റി പാൻറ്റി അല്ല, മെറ്റേണിറ്റി പാഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് ലേഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മെറ്റേണിറ്റി പാഡാണ്. ഇത് ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്രൈയിൽ തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതിൽ ഒരു പാക്കറ്റിൽ 15 പീസാണ് വരുന്നത് കേട്ടോ. ഇതുപോലത്തെ 2 പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മെറ്റേണിറ്റി പാഡ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചു. കാരണം എന്താ, നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും കുറച്ച് ദിവസത്തിന്. അപ്പോൾ കൂടുതൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 15 എണ്ണമുള്ള 2 പാക്ക് വാങ്ങിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ അത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കുറച്ച് എന്താ പറയുക, ഡ്രസ്സുകളാണ് കേട്ടോ. ഡ്രസ്സുകൾ മീൻസ് ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഞാൻ നമ്മുടെ കരായിസോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ ഇത്. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് ഫീഡിങ് ഹോം വിയർ ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കാഷ്വൽ വിയർ ആയിട്ടും യൂസ് ചെയ്യാം. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അങ്ങനത്തെ ഇത് 3 ഉണ്ട്, ഒരു പാക്കറ്റിലാക്കിയിട്ടാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഇത് എന്താ പറയുക, നൈറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫീഡിങ് നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് വാങ്ങിച്ചത്. അതായത് ഫ്രണ്ടിൽ സിബ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു നൈറ്റിയാണ് ഒന്ന് വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ സൈഡിൽ, അതായത് ഫ്രണ്ടിലല്ല സൈഡിലായിട്ട് സിബ് വരുന്നത് കണ്ടോ. ഇവിടെയായിട്ട് സിബ് വരുന്ന ടൈപ്പ് ആണ് പിന്നൊന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ 2 നൈറ്റിയെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ടോപ്പും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പും അതുപോലെ പൈജാമയും വാങ്ങിക്കണം. അപ്പോൾ അതാണ് നമുക്ക് ഡോക്ടർ അവിടെ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് 2 മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ബെല്ലി ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് കുറച്ചെണ്ണം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അപ്പോൾ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 2 മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ നൈറ്റി ഓക്കെ. പിന്നെ വാങ്ങിച്ചത് എന്താ വെച്ചാൽ ഒരു ടവൽ, ഒരു തോർത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ ഇപ്പോൾ കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതായത് തോർത്ത്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ അണ്ടർസ്കേർട്ടാണ്. അതായത് നമ്മളോട് എന്തായാലും അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുമല്ലോ. അപ്പോൾ അതിനായിട്ട് അണ്ടർസ്കേർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ബനിയൻ്റെ ടൈപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ ലേസ് വരുന്ന ടൈപ്പ്. ഇതൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ, ഒന്നും ഓൺലൈൻ വാങ്ങിച്ചതല്ല. അപ്പോൾ ഒരു ബനിയൻ ടൈപ്പ് 3 വാങ്ങിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കളർ ചേഞ്ച് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് ഈ കളറാണ്. ഇത് നമുക്ക് കെട്ടാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിലല്ല സൈഡിൽ ടൈ വരുന്നുണ്ട്. അപ്പോൾ ബനിയൻ ടൈപ്പ് ആണെന്നേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഡാർക്ക് ബ്ലൂ കളർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആഷ് കളർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു മെറൂൺ കളർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അണ്ടർസ്കേർട്ട്, അതായത് അണ്ടർസ്കേർട്ട് സാധനങ്ങളല്ല, ഇത്രയും അണ്ടർസ്കേർട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ നമുക്ക് മെറ്റേണിറ്റി വിയർ, അതായത് പാൻറ്റീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റീസ്. അതായത് എനിക്കിപ്പോൾ സി സെക്ഷൻ ആണെന്ന് ഉറപ്പായി. അപ്പോൾ സി സെക്ഷൻ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിലും നമ്മുടെ വയർ ഒന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാൻറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് നമ്മുടെ വയറിൻ്റെ മുകളിലേക്ക് കയറി കിടക്കും. അപ്പോൾ നന്നായിട്ടിത് സ്ട്രെച്ച് ആവും, അതുപോലെ തന്നെ നല്ലപോലെ സ്ട്രെച്ച് ആവുന്നൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ സൈസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫ്രീ സൈസാണ്, സൈസ് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ വയറിന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇങ്ങനത്തെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ പാൻറ്റീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിവിക്കുട്ടനെ ഡെലിവറി ചെയ്ത സമയത്ത് ഞാൻ നമ്മുടെ ഇങ്ങോട്ട് മോളിക്ക് ഡോക്ടേഴ്സ് പറയും സ്റ്റിച്ചിൻ്റെ അവിടെ കയറി കിടക്കുന്ന പാൻറ്റീസ് യൂസ് ചെയ്യരുത്, മോളിക്ക് കയറി കിടക്കുന്നത് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. ഇങ്ങനത്തെ ഒരു പാക്കിൽ എനിക്ക് തോന്നുന്നു 3 വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ 2 പാക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത് കണ്ടോ. അത്യാവശ്യം നന്നായിട്ട് സ്ട്രെച്ച് ആകുന്ന ഒരു മെറ്റീരിയലാണ്, നല്ല കംഫർട്ടാണ്. അപ്പോൾ നമ്മൾ സിസേറിയൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ആണല്ലോ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 വാങ്ങിച്ചിട്ടുണ്ട്, കളർ ചേഞ്ച് ആയിട്ടുള്ള 6. ഓക്കെ. അപ്പം ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചതല്ല, ഞാൻ ജസ്റ്റ് കയ്യിൽ വെച്ചതാണ് കേട്ടോ. ഈ ഒരു ബാഗിൽ തന്നെ വെച്ചതാണ്. കാരണം എനിക്കുള്ള സാധനങ്ങൾ ഒറ്റ ബാഗിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. 2 സോക്സ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് സിസേറിയൻ ആകുമ്പോൾ എനിക്ക് കഴിഞ്ഞ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഷിവറിങ് ഉണ്ടാവും നല്ല പോലെ. അപ്പോൾ അന്ന് ഞാൻ സോക്സ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു സോക്സ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലിലിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു കംഫർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വേൾട്ടിൻ്റെ സോക്സ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള സോക്സ് ആണ്. അപ്പോൾ അത് 2 ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇത് ജസ്റ്റ് ഒരു ചന്തം കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. ഷോപ്പിൽ പോയപ്പോൾ ഒരു ഫീഡിങ് ടോപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫീഡിങ് ടോപ്പാണ്. ഇങ്ങനെ ടൈ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീഡിങ് ടോപ്പും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഹോസ്പിറ്റൽ, അതായത് ഡെലിവറിക്ക് മുന്നേ ആയിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കുള്ളൂ, അത്യാവശ്യം വേണ്ടത്. പിന്നെ ഒക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ പോവുക ചെയ്യുക. അതുപോലെ ഇനി ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, അത് നമ്മളിവിടെ വാങ്ങിച്ചത് തന്നെയാണ്, യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ അത് എക്സ്ട്രാ വാങ്ങിച്ചതൊന്നുമല്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഡെലിവറിക്ക് മുന്നേ ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്നെ പോലെ തന്നെ കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു എനിക്കും 8 months സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ ഡ്യൂ ഡേറ്റ് Jan 22 ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് കണ്ടു. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ ഇത് ചെയ്തത്. കാരണം ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുട്ടിക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവർ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം, അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഐറ്റംസ് വാങ്ങിച്ചത് കേട്ടോ. ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിലേക്കായിട്ട് പാക്ക് ചെയ്യണം. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി, അതെന്നെ പോലെ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഹസ്ബൻഡ്സ് ഇവിടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം വരുന്ന സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, കൂടുതൽ അങ്ങനെ അത്യാവശ്യം ഇല്ലാത്ത ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇടാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.